ഈ പകൽ നമ്മളൊക്കെ ഒന്ന് കൈ താങ്ങിയാൽ എഴുന്നേറ്റ് നിൽക്കുന്ന പ്രശ്നങ്ങളെ ഇന്ന് നാം അഭിമുഖീകരിക്കുന്നുള്ളൂ കേട്ടോ. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയുടെ ആ കവറിങ്ങിനകത്ത് ആ പ്രതിസന്ധി അനുഭവിക്കുന്ന വ്യക്തി ഒന്ന് കയറ്റി നിർത്തിയാൽ മതി. ആമേൻ. ചിലവരൊക്കെ ഈ ദിവസങ്ങളൊന്ന് സടകുടഞ്ഞ് എഴുന്നു നിൽക്കും. ആമേൻ. സ്തോത്രം. ദൈവം കൈവിട്ടിട്ടൊന്നുമില്ലെന്നേ. ആമേൻ. സ്തോത്രം. ദൈവം കൈവിട്ടെന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കാതിരിക്കണ്ട. ആമേൻ. ദൈവം കൈവിട്ടെന്ന് വിചാരിച്ച് ആമേൻ അതെ ദൈവവചനത്തിൽ കൂടെയുള്ള ഉപദേശം കൊടുക്കാതിരിക്കണ്ട. ആമേൻ. ഉപദേശമായും പ്രാർത്ഥനയായും ഉപവാസമായും ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെ ആമേൻ ഹല്ലേലൂയ ആത്മിക സഹോദരങ്ങളൊന്ന് ചേർത്ത് പിടിച്ചു നിന്നാൽ മതി. ആമേൻ. ദൈവം ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥന കേട്ട് ചിലതിനെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. ഇവിടെ കണ്ടോ, മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതിന് എഴുന്നേൽക്കുവാൻ കാരണം സഹോദരന്മാർ ചുറ്റും നിന്നപ്പോൾ യഹൂദൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതിന് സ്വർഗ്ഗത്തിലെ ദൈവം എഴുന്നേറ്റ് നിർത്തി. അങ്ങനെയെങ്കിൽ ഈ സഹോദരന്മാർ അവിടെ എന്ത് ചെയ്തു കാണുമായിരിക്കാം? അവർ ശിഷ്യന്മാരാ, അവർ പ്രാർത്ഥിച്ചു കാണുമായിരിക്കാം. ആമേൻ. സ്തോത്രം. അവർ അന്യഭാഷയിൽ ആത്മാവിൽ ജാഗരിച്ചു കാണുമായിരിക്കാം. അവരുടെ പ്രാർത്ഥനയെയും അവരുടെ കൂട്ടായ്മയെയും സ്വർഗ്ഗത്തിലെ ദൈവം കണക്കിട്ടപ്പോൾ മരണത്തോട് മല്ലടിക്കുന്ന ഒന്നിനെ സ്വർഗ്ഗത്തിന് ഈ പകലും എഴുന്നേൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ദൈവജനം മറന്നു പോകരുത്.